എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തെപ്പറ്റി ഡീറ്റെയിൽ ആയി ഒന്ന് നോക്കാം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് അഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ആഗസ്റ്റ് വിപ്ലവം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് ആഗസ്റ്റ് ക്രാന്തി അല്ലെങ്കിൽ ആഗസ്റ്റ് വിപ്ലവം. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ഹരിജൻ എന്ന ഗാന്ധിജിയുടെ ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ എന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെയിൽ ആണ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടതോടുകൂടി ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടതോടുകൂടിയാണ് ഗോവാലിയ ടാങ്ക് മൈതാനം ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ബോംബെയിലാണ് ഗോവാലിയ ടാങ്ക് മൈതാനം സ്ഥിതി ചെയ്യുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യയുടെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് 1942 ഓഗസ്റ്റ് 9 PSC ഉത്തരസൂചിക പ്രകാരം 1942 ആഗസ്റ്റ് 8 വരാൻ സാധ്യതയുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായതെന്നാണ് 1942 ആഗസ്റ്റ് 9 1942 ആഗസ്റ്റ് 8 ഓപ്ഷൻ വന്നാൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടുകൂടി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ്. അഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിക്കൊപ്പം തടവിലാക്കപ്പെട്ടവരാണ് കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു, മഹാദേവ് ദേശായി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അഗാഖാൻ കൊട്ടാരത്തിൽ ഗാന്ധിജിയോടൊപ്പം തടവിലാക്കപ്പെട്ട പ്രമുഖരാണ് കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു, മഹാദേവ് ദേശായി. അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് നിര്യാതനായ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി. മഹാദേവ് ദേശായി അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് നിര്യാതനായത്. അദ്ദേഹമാണ് ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെയാണ്? അഗാഖാൻ കൊട്ടാരം. കസ്തൂർബ ഗാന്ധിയും തടവിലായിരിക്കെ അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് തന്നെയാണ് മരിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് അഹമ്മദ് നഗർ കോട്ടയിലാണ്. ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത്. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി. ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് എഴുതിയതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണ് രചിച്ചത്. എപ്പോഴാണ്? അഹമ്മദ് നഗർ കോട്ടയിൽ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് തടവിൽ കഴിഞ്ഞ കാലത്താണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി അദ്ദേഹം രചിച്ചത്. നെഹ്റുവിൻ്റെ
ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത് സഹപ്രവർത്തകർക്കും ജയിലിലെ തടവുകാർക്കും വേണ്ടിയാണ്. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി സമർപ്പിച്ചത് സഹപ്രവർത്തകർക്കും ജയിലിലെ തടവുകാർക്കും വേണ്ടിയിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുഴക്കിയത്. ഗാന്ധിജി ഉയർത്തിയ ഒരു ആശയമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനൊരു ആഹ്വാനവുമായി മുന്നോട്ട് വന്നത്, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായൺ, അച്യുത് പടവർദ്ധൻ, രാം മോഹൻ ലോഹ്യ, ബിജു പട്നായിക്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ജയപ്രകാശ് നാരായൺ, അച്യുത് പടവർദ്ധൻ, രാം മോഹൻ ലോഹ്യ, ബിജു പട്നായിക്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്നും തടവു ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്നും തടവു ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത് അതായത് ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്നും തടവു ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ ദിനങ്ങൾ നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8-നാണ്. 1942 ഓഗസ്റ്റ് 8-ന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 42 ഓഗസ്റ്റ് 8-ഉം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് ബല്യ, സത്താറ, താംലൂക്ക്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങളാണ് ബല്യ, സത്താറ, താംലൂക്ക്. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ പട്ടേൽ. നാനാ പട്ടേൽ ആണ് സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മിഡ്നാപൂരിൽ അതായത് താംലൂക്കിൽ, പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലെ താംലൂക്കിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സമാന്തര സർക്കാർ അറിയപ്പെടുന്നത് താമ്ര ലിപ്ത ജതീയ സർക്കാർ. താമ്ര ലിപ്ത ജതീയ സർക്കാർ എന്നാണ് പശ്ചിമ ബംഗാളിലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വന്ന മിഡ്നാപൂരിലെ താംലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാരിനെ വിളിക്കുന്നത്. എന്താണ്? താമ്ര ലിപ്ത ജതീയ സർക്കാർ. പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലെ താംലൂക്കിലാണ് ഇങ്ങനൊരു സമാന്തര സർക്കാർ രൂപീകരിക്കപ്പെട്ടത്. താമ്ര ലിപ്ത ജതീയ സർക്കാരിന് നേതൃത്വം കൊടുത്തത് സതീഷ് ചന്ദ്ര സാമന്തയാണ് താമ്ര ലിപ്ത ജതീയ സർക്കാരിന് നേതൃത്വം കൊടുത്തത്. താംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിതയാണ് മാതങ്കിനി ഹസ്ര. താംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിൽ പോലീസ് വെടിവെപ്പുണ്ടായപ്പോൾ കൊല്ലപ്പെട്ട വനിത മാതങ്കിനി ഹസ്ര. സത്താറയിൽ സമാന്തര സർക്കാരിന് നേതൃത്വം കൊടുത്തത് നാനാ പട്ടേൽ, YB ചവാൻ എന്നിവരാണ്. നാനാ പട്ടേലും YB ചൗഹാൻ അല്ലെങ്കിൽ YB ചവാൻ എന്ന വ്യക്തികളാണ് സത്താറയിൽ സമാന്തര സർക്കാരിന് നേതൃത്വം കൊടുത്തവർ. സത്താറയിൽ ആരൊക്കെയാണ്? നാനാ പട്ടേലും YB ചവാനും. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക, നാടുവിടുക. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗാണ്
ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുഴക്കിയത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച സ്ഥലം മുംബൈ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് ഒരു റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ഉഷാ മേത്തയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ ഒരു രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയ് ആയിരുന്നത് ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മൗലാന അബുൽ കലാം ആസാദാണ് ഉണ്ടായിരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭുവും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദുമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസൻ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ സെക്രട്ടറിയാണ് ലിയോ അമേരി പ്രഭു. ലിയോ അമേരി പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ സെക്രട്ടറി സ്ഥാനം വഹിച്ചത്. ലിയോ അമേരി പ്രഭു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ ആണ്. ഡോക്ടർ കെ ബി മേനോൻ ആണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ കെ ബി മേനോൻ. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് കെ ബി മേനോൻ ആണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ബി മേനോൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1857 ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലിൻലിത്ഗോ പ്രഭു ആണ്. 1857 വിപ്ലവത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലിൻലിത്ഗോ പ്രഭു ആണ്. ലിൻലിത്ഗോ പ്രഭു ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ലിയോ അമേരി പ്രഭുവും ആയിരുന്നു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോനാണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ കെ ബി മേനോനാണ്. കീഴറിയൂർ ബോംബ് കേസ് ഇൻ കേരള ടുക്ക് പ്ലേസ് ഇൻ കണക്ഷൻ വിത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. കീഴറിയൂർ ബോംബ് കേസ്, കേരളത്തിൽ നടന്ന കീഴറിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ക്വിറ്റ് ഇന്ത്യ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ ജസ്റ്റ് ഒന്ന് തന്നെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഞാൻ ആ ടോപ്പിക്സ് ഉടൻ തന്നെ ചെയ്തു നൽകുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വൈസ് വീഡിയോസും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായും ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടൻ തന്നെ വേഗം വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.